പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം 37-ാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു: വിഷമതയാർന്നെഴും അന്യവെന്നു കൊള്ളുവാൻ വിഷമം അകണ്ട വിവേകശക്തി എന്നേ. വിഷമയവെന്നതിനാൽ വിവേകമാകും വിഷയവിരോധിനിയോടണഞ്ഞിടേണം. വിഷമതയാർന്നെഴും അന്യവെന്നു കൊള്ളുവാൻ വിഷമം അകണ്ട വിവേകശക്തി എന്നേ. വിഷമയവെന്നതിനാൽ വിവേകമാകും വിഷയവിരോധിനിയോടണഞ്ഞിടേണം. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. വിഷമതയാർന്നെഴും അന്യ. അന്യ എന്ന ശക്തി വിഷമതകൾ ഉണ്ടാക്കുന്നതാണ്. വെന്നുകൊള്ളുവാൻ വിഷമം. ഇതിനെ മറികടക്കുവാൻ വളരെ പ്രയാസമാണ്. അഖണ്ഡ വിവേകശക്തി എന്നേ. എന്നാൽ അഖണ്ഡ വിവേകശക്തി ഉണ്ടെങ്കിൽ സാധിക്കും. അതുകൊണ്ട് വിഷമയെ വെന്ന്, അന്യയാകുന്ന വിഷമയെ അതിവർത്തിച്ച് വിവേകമാകും അഖണ്ഡ വിവേകമാകുന്ന വിഷയവിരോധിനിയോട്, വിഷയത്തിൻ്റെ പറ്റലില്ലാത്ത ആത്മബോധത്തോട് അണഞ്ഞിടേണം, ചേർന്നിരുന്നിടേണം. ഒരിക്കൽ കൂടി പറയാം. അന്യ എന്ന ശക്തി വിഷമതകൾ ഉണ്ടാക്കുന്നതാണ്. ഇതിനെ മറികടക്കുവാൻ വളരെ പ്രയാസമാണ്. എന്നാൽ അഖണ്ഡ വിവേകശക്തി ഉണ്ടെങ്കിൽ സാധിക്കും. അതുകൊണ്ട് അന്യയാകുന്ന വിഷമയെ അതിവർത്തിച്ച് അഖണ്ഡ വിവേകമാകുന്ന വിഷയത്തിൻ്റെ പറ്റലില്ലാത്ത ആത്മബോധത്തോട് ചേർന്നിരുന്നിടേണം. നമുക്ക് വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്കൊന്ന് പോകാം. അന്യയെ ജയിക്കുവാൻ വളരെ വിഷമമാണ്. തന്നിൽ നിന്ന് എല്ലാറ്റിനെയും അന്യമായി അറിയുന്നതാണ് അന്യതാഗ്രഹണം. ഈ പ്രപഞ്ചം മുഴുവനും തന്നിൽ നിന്ന് അന്യമാണെന്നറിയുമ്പോൾ ഒരാളിൽ ഉണ്ടാകുന്ന ആദ്യത്തെ അവസ്ഥയാണ് ദാരിദ്ര്യം. അന്നത്തിൻ്റെ അഭാവം മാത്രമല്ല ദാരിദ്ര്യം. ഇല്ലായ്മ മനസ്സിനെ ബാധിച്ചു തുടങ്ങുന്നിടത്തു നിന്നാണ് ദാരിദ്ര്യം തുടങ്ങുന്നത്. അപ്പോൾ ലോകം മുഴുവൻ തൻ്റേതാകണമെന്ന ആഗ്രഹം ഒരാളിൽ ജനിക്കും. അതാണ് അയാളെ ദരിദ്രനാക്കുന്നത്. അങ്ങനെ അയാൾ ലോകജീവിതത്തിൽ നടത്തുന്ന പരിശ്രമങ്ങൾ മുഴുവൻ എന്തൊക്കെയാണോ തന്നിൽ നിന്ന് അന്യമായിരിക്കുന്നത് അതിനെയെല്ലാം തൻ്റേതാക്കുന്നതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഈ മുഴുവൻ നാഗരികതയുടെയും വികസനം അങ്ങനെയൊരു ദാരിദ്ര്യത്തിൽ നിന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സുഖം തിരയുന്നത് പോലും ലോക വിഷയങ്ങളിലാണ്. അതിൻ്റെ കാരണം ആദ്യമേ തന്നെ നാം ലോകത്തെ നമ്മിൽ നിന്നും അന്യമാക്കിയതുകൊണ്ടാണ്. ഈ അന്യത്വമുള്ള ബുദ്ധിയെ ജയിക്കുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ അഖണ്ഡബോധ സ്വരൂപനാണെന്ന് അറിയുക. ഞാൻ അഖണ്ഡബോധ സ്വരൂപനാണെന്ന് അറിയുമ്പോൾ നമ്മിലുള്ള അന്യത്വം മാറിക്കിട്ടും. ഞാൻ പൂർണ്ണനാണെന്നറിയുക. ഞാൻ നാശമില്ലാത്തവനാണെന്നറിയുക. ഇതിനെയാണ് വിവേകമെന്ന് പറയുന്നത്. വിവേകോദയം ഉണ്ടായാൽ വിഷയവൈഷമ്യത്തിൽ നിന്നുള്ള മുക്തി താനെ സംഭവിച്ചുകൊള്ളും. വൈരാഗ്യം ബലം പിടിച്ചുണ്ടാക്കിയെടുക്കേണ്ട ഒന്നല്ല. സുഖവസ്തുവിലേക്ക് മനസ്സ് ചഞ്ചലിച്ചു പോകുന്നത് സ്വാഭാവികമാണ്, അല്ലേ? എല്ലാവരുടെ മനസ്സ് സുഖവിഷയങ്ങളിലേക്ക് ചഞ്ചലിച്ചുകൊണ്ടേ ഇരിക്കും. പക്ഷെ അത് നമ്മൾ അറിഞ്ഞുകൊണ്ടാവില്ല. വിവേകം ഉണ്ടാകുമ്പോൾ എല്ലാ സുഖങ്ങളുടെയും നികേതനം ആത്മാവ് തന്നെയാണെന്ന് നമുക്കറിയാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായി തന്നെ ഒരുവൻ വിഷയവിരോധിയായി ഭവിക്കുന്നു. വിരോധമില്ലാത്ത വിരോധിയെന്ന് മനസ്സിലാക്കണം. 37-ാം മന്ത്രത്തിൻ്റെ
ലഘുവ്യാഖ്യാനം ഇവിടെ സമാപ്തി കുറിക്കുന്നു. അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഗുരു ഓം ശ്രീ നാരായണ ധർമ്മം വിജയിക്കട്ടെ.